ഇതാണ് നമ്മളുടെ ബാലകൃഷ്ണ സാറിന്റെ ഭാര്യ. അച്ഛനെ അടക്കി വെക്കുന്നത് ഇവിടെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം, ഒപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കൾ. ക്യാമറയേക്കാൾ മദ്യത്തെ സ്നേഹിച്ചിരുന്ന നടൻ സിനിമാ അഭിനയത്തിൽ നിന്നും ലഭിക്കുന്ന പ്രതിഫലത്തെ സിഗരറ്റ് പാക്കറ്റിലിട്ട് വീട്ടിൽ ഭാര്യയുടെ കൈകളിൽ ഏൽപ്പിച്ചിരുന്ന ആ മനുഷ്യന് അതിലും മുകളിൽ പ്രതിഫലം ലഭിച്ചപ്പോൾ അത് ഭദ്രമായി സൂക്ഷിക്കുവാൻ 10 വർഷത്തിലേറെയും ഒരേ പ്ലാസ്റ്റിക് കവർ കയ്യിൽ കരുതി. എന്താ അല്ലേ? എല്ലാത്തിനും മുന്നിൽ മദ്യത്തെ പ്രണയിച്ചു എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹത്തെ പറ്റി സംസാരിച്ചവർ ഒന്നടങ്കം പറഞ്ഞത് അദ്ദേഹം എങ്ങനെയോ ആയിക്കോട്ടെ, ആ മനുഷ്യന് തുല്യം ഇന്നോളം ആരും ഉണ്ടായിട്ടില്ല എന്ന് മാത്രം. തിരുവനന്തപുരം നഗരത്തിലൂടെ കാൽനടയായി നടന്നു പോയിരുന്ന തിരുവനന്തപുരം നഗരത്തിനെന്നും കൗതുക കാഴ്ചയായ തടിച്ച ഒരു മനുഷ്യൻ, അതേ നമ്മുടെ എല്ലാം സ്വന്തം, ടെലിവിഷനിലൂടെ മലയാളികളെ ഒന്നടങ്കം പൊട്ടിച്ചിരിപ്പിച്ച് ഒടുവിൽ ജീവിതയാത്രയിൽ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി നമ്മെ വിട്ടുപിരിഞ്ഞ പകരം വയ്ക്കുവാനില്ലാത്ത പ്രതിഭ, നമ്മുടെ സ്വന്തം NL ബാലകൃഷ്ണൻ, മലയാളികളുടെ സ്വന്തം ബാലേട്ടൻ, അല്പം കൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ ചക്ക ബാലകൃഷ്ണൻ. പേരിന് ഒരു അരോചകമില്ലേ എന്ന് ചിന്തിക്കേണ്ടതില്ല, അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്നത്. അപ്പോൾ നേരെ കാര്യത്തിലേക്ക്. നമ്മുടെ ഇന്നത്തെ യാത്ര ബാലകൃഷ്ണൻ ചേട്ടന്റെ വീട്ടിലേക്കാകുമ്പോൾ 3 കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുവാനുള്ള കൃത്യമായ വഴി നിങ്ങൾ അറിയുക. 2, അദ്ദേഹത്തിന്റെ വീടിന്റെ കാഴ്ചകൾ. 3, അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഇതുവരെ നിങ്ങൾ കാണാത്ത ആ സ്ഥലം. അപ്പോൾ തിരുവനന്തപുരം പോത്തൻകോട് നിന്നും പൗഡിക്കോണം മുക്കിൽക്കട എത്തുമ്പോൾ വലതുവശത്തായി ആവുകുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ആർച്ച് കാണാം. ഈ ആർച്ചിനുള്ളിലൂടെ നേരെ മുന്നിലേക്ക് എത്തുമ്പോൾ ആത്രശ്ശേരി ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. ഇവിടെ നിന്നും 2 മിനിറ്റോളം മുന്നിലേക്ക് ചെന്നെത്തുന്നത് 2 റോഡുകൾ സന്ധിക്കുന്ന സ്ഥലത്ത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന കെട്ടിടത്തിന് മുന്നിൽ. ഇതിന്റെ നേരെ മുന്നിൽ കാണുന്നത് തന്നെയാണ് നമ്മുടെ സ്വന്തം NL ബാലകൃഷ്ണൻ ചേട്ടന്റെ വീടും അതിനോട് ചേർന്ന് അദ്ദേഹത്തിന്റെ 2 പെൺമക്കളുടെ വീടും വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. അണിച്ചീസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മതിലിൽ ആ വലിയ മനുഷ്യന്റെ ഫോട്ടോയ്ക്ക് അടുത്തായി അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലായി ഇതാ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളെ കാണിക്കുവാനും നിങ്ങൾ അറിയുവാനുമുള്ള വിശേഷങ്ങൾ ഏറെയാണ്. അപ്പോൾ അധികം ദീർഘിപ്പിക്കാതെ തന്നെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. വലിയ ശരീരവുമായി കുലുങ്ങി നായകനെ ഓടിക്കുന്ന, അതിനിടയിൽ ഉരുണ്ടു വീണ് ചിരിപ്പിക്കുന്ന തടിയൻ വില്ലൻ, അല്ലെങ്കിൽ 5-6 കോഴിമുട്ട ഒറ്റയടിക്ക് വിഴുങ്ങുന്ന, 20 ചപ്പാത്തി ഒറ്റയ്ക്ക് കഴിക്കുന്ന തമാശക്കാരൻ തടിയൻ NL ബാലകൃഷ്ണൻ എന്ന സിനിമാ നടനെ മിക്കവാറും സിനിമാ പ്രേമികൾ ഓർക്കുന്നത് ഇങ്ങനെയായിരിക്കും. എന്നാൽ ഇതൊന്നുമല്ലാത്തൊരു NN ബാലകൃഷ്ണൻ ഉണ്ട്. ബാലണ്ണൻ എന്നും ബാലേട്ടൻ എന്നും ലാലേട്ടൻ അടക്കമുള്ള നടന്മാർ വിളിക്കുന്ന അരവിന്ദനും ഭരതനും പത്മരാജനും എല്ലാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത കലാകാരൻ, നല്ലൊരു ഫോട്ടോഗ്രാഫർ, മികച്ചൊരു എഴുത്തുകാരൻ. മലയാള സിനിമയിലെ നിശ്ചല ഛായാഗ്രഹകനും ചലച്ചിത്ര അഭിനേതാവുമായിരുന്നു നാരായണൻ ലക്ഷ്മി ബാലകൃഷ്ണൻ എന്ന NL ബാലകൃഷ്ണൻ. നാരായണൻ ലക്ഷ്മി ദമ്പതികളുടെ ഏക മകൻ. 1965 ദി മഹാരാജ സ്കൂൾ ഓഫ് ആർട്സിൽ നിന്നും ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ്സിൽ ഡിപ്ലോമ കരസ്ഥമാക്കുന്നു. തുടർന്ന് തിരുവനന്തപുരത്തുള്ള മെട്രോ സ്റ്റുഡിയോ, ശിവൻ സ്റ്റുഡിയോ, രൂപരേഖ സ്റ്റുഡിയോ, കലാലയ സ്റ്റുഡിയോ എന്നിവിടങ്ങളിൽ നിന്നും ഫോട്ടോഗ്രാഫിയും പഠിച്ച് 11 വർഷക്കാലം കേരള കൗമുദി ദിനപത്രത്തിന്റെ തിരുവനന്തപുരം ഓഫീസിൽ സ്റ്റാഫ് ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്യുന്നു. അവിടെ നിന്നും G അരവിന്ദൻ, അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ മലയാള സിനിമയിലെ പ്രമുഖ സംവിധായകരുടെ ചിത്രങ്ങളിൽ നിശ്ചല ഛായാഗ്രഹകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കെ 1986 ശില്പി രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത അമ്മാനം കിളി എന്ന കുട്ടികളുടെ സിനിമയിലേക്ക് ഒരവസരം. അത് മലയാള സിനിമയിലേക്കുള്ള വലിയ മനുഷ്യന്റെ വലിയ കാൽവയ്പായി മാറുകയായിരുന്നു. അച്ഛനെ അടക്കി വെക്കുന്നത് ഇവിടെ ചേച്ചിന്റെ പറമ്പ് കോമ്പൗണ്ടിലാണ് അടക്കി വെക്കുന്നത്. ഇവരും മക്കളും 3 ആളും ഒരുമിച്ച് അടുത്തടുത്താണ് താമസിക്കുന്നത്. അവിടെ നിന്നും 162ഓളം ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചു. പട്ടണപ്രവേശം, വർണ്ണം, സ്ഫടികം, വൃദ്ധന്മാരെ സൂക്ഷിക്കുക, ജോക്കർ, ഡാ തടിയ, അതിശയൻ, ഡോക്ടർ പശുപതി തുടങ്ങിയ ചിത്രങ്ങളിലെ ബാലേട്ടന്റെ അഭിനയം, ആ വലിയ ശരീരത്തിന്റെ തമാശകളും സാധ്യതകളും ആവോളം ഉപയോഗപ്പെടുത്തിയ ഒരുപാട് കഥാപാത്രങ്ങൾ. അദ്ദേഹത്തിന്റെ തന്നെ വാക്കിൽ പറഞ്ഞാൽ നല്ലൊരു വിഷ്വൽ എഫക്റ്റ് ആയിരുന്നു ആ തടി. ആ ശരീരത്തിലിടിച്ച് ഓട്ടോ മറിഞ്ഞു വീഴുമ്പോഴുമൊക്കെ പൊട്ടിച്ചിരിക്കൊപ്പം ഉയർന്ന കയ്യടികൾ നൽകി മലയാളികൾ കണ്ടത് അതിനുദാഹരണമാണല്ലോ.
മദ്യം കൊണ്ടും സൗഹൃദം കൊണ്ടും കല കൊണ്ടും ജീവിതം ആഘോഷമാക്കിയ ബാലേട്ടന്റെ അവസാന കാലം മലയാളികൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദുരിതപൂർണമായിരുന്നു. പ്രമേഹവും അർബുദവും ബാധിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട തടിയന്റെ ചിത്രങ്ങൾ മലയാളികൾക്ക് വേദനയായി. അതിലും സങ്കടമായിരുന്നു ഒടുവിൽ ഭക്ഷണത്തിനും മരുന്നിനും പോലും അദ്ദേഹം സഹായം തേടുകയാണെന്ന വാർത്ത. 2014 ഡിസംബർ 25 72-ാം വയസ്സിൽ അദ്ദേഹം നമ്മെ വിട്ടുപോകുന്നു. കാണാറുണ്ട്. എന്റെ വീട്ടിന്റെ അടുത്താണ് സാറിന്റെ വീട്. എനിക്ക് അവരുടെ എല്ലാരെയും അറിയാം, മക്കളെല്ലാം അറിയാം. മോൾ ഇവിടെ വരാറുണ്ട്, കൊച്ചുമോൾ ഇവിടെ വരാറുണ്ട്. ഇവിടെ ഹെയർ കളറിങ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. എന്റെ ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അവരുടെ ആ കളറിങ് ചെയ്ത ഫോട്ടോസ്. ഒരു കുടുംബ വീടും പിന്നെ 2 വലിയ വീടല്ലാതെയും ഉണ്ട്. ആവുക്കുളം എന്ന് പറയുന്ന ക്ഷേത്രത്തിന് അയ്യങ്കാളിയിൽ ആ സൈഡിലാണ് അവരുടെ വീട്. 2 മക്കളെ എനിക്ക് നന്നായിട്ട് അറിയാം, പെൺമക്കളെ 2പേരെയും നന്നായിട്ട് അറിയാം. ഒരു മോളുടെ മോളെ എനിക്കറിയാം. ഇവിടെ വന്നിട്ടുണ്ട്. നല്ലൊരു മനുഷ്യനാണ്. പ്രത്യേകിച്ച് വേറെ നല്ല അഭിപ്രായമാണ് ഇവിടെ എല്ലാവർക്കും. നല്ല മനുഷ്യനാണ്, എല്ലാവർക്കും ഒരു സഹായമൊക്കെ നല്ല. ഞാൻ സിനിമയൊക്കെ കാണും, കുറേ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല കോമഡി ആയിട്ടൊക്കെ അവതരിപ്പിക്കുന്ന ആളാണ്. എനിക്കിഷ്ടമാണ്. നല്ല ആളെ പറ്റി നല്ല അഭിപ്രായമാണ്. കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ബാലേട്ടൻ മലയാള സിനിമയിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി തുടക്കം കുറിച്ചത്. തുടർന്ന് സംവിധായകൻ അരവിന്ദന്റെ തമ്പ്, ഉത്തരായനം, കാഞ്ചനസീത എന്നീ ചിത്രങ്ങളിലെ പ്രകടനം കണ്ട് TK രാജീവ് സംവിധാനം നിർവഹിച്ച് ലാലേട്ടൻ അഭിനയിച്ച പവിത്രം എന്ന ചിത്രത്തിലേക്ക് സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി ബാലേട്ടൻ കടന്നുവന്നു. അവിടെ നിന്നും കളിപ്പാട്ടം, വടക്കുനോക്കി യന്ത്രം, മാളൂട്ടി, ഇന്നലെ, പാദമുദ്ര, മറ്റൊരാൾ എന്നീ ഹിറ്റ് ചിത്രങ്ങളുടെ വിജയത്തിനു പിന്നിൽ NL ബാലകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയുടെ നിശ്ചല ഛായാഗ്രഹണത്തിനുള്ള പങ്ക് ചെറുതൊന്നുമല്ലായിരുന്നു. നളിനി. എൻ്റെ പേര് ജയകൃഷ്ണൻ. ഞാൻ ഈ ഫോട്ടോഗ്രാഫി. സംവിധായകൻ രാജീവ് അഞ്ചലിന്റെ അമ്മാനം കിളി എന്ന ചിത്രത്തിലൂടെയാണ് ബാലകൃഷ്ണൻ നടനാകുന്നതെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ആ ചിത്രം റിലീസാകാതെ പോയി. പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷം കമൽ സംവിധാനം ചെയ്ത ഓർക്കാപ്പുറത്ത് എന്ന സിനിമയിലെ മോഹൻലാലിന്റെ അമ്മാവന്റെ വേഷം ചെയ്യുവാനുള്ള ഭാഗ്യം ഇദ്ദേഹത്തിന് ലഭിക്കുകയും അതിലൂടെ മലയാളികൾ ബാലകൃഷ്ണൻ എന്ന നടന്റെ വരവ് തിരിച്ചറിയുകയുമായിരുന്നു. തൊട്ടടുത്ത വർഷം തന്നെ സത്യൻ അന്തിക്കാടിന്റെ പട്ടണപ്രവേശം എന്ന ചിത്രത്തിലെ പക്ഷിശാസ്ത്രജ്ഞന്റെ വേഷം അനശ്വരമാക്കിക്കൊണ്ട് ബാലകൃഷ്ണൻ ഓരോ മലയാളികളുടെയും മനസ്സിൽ അതിവേഗം ഇടം പിടിക്കുകയും ചെയ്തു. 2013 പുറത്തിറങ്ങിയ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്, കന്യക ടാക്കീസ്, ഐസക് ന്യൂട്ടൻ ഫിലിപ്പോസിന്റെ മകൻ എന്നീ ചിത്രങ്ങളിൽ വരെ എത്തി നിൽക്കുന്നതാണ് ബാലകൃഷ്ണന്റെ സിനിമാ സഞ്ചാരം. കേരളത്തിൽ സബ്സിഡി നിരക്കിലും സമൃദ്ധമായും നല്ല മദ്യവിതരണം ചെയ്യുന്നതിനായി ലോബി ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച മദ്യപാന അനുകൂല ഗ്രൂപ്പായ ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റിന്റെ തലവനും ബാലേട്ടനായിരുന്നുവെന്നത് പല മലയാളികൾക്കും അറിയാത്ത സത്യം. എത്ര കഴിച്ചു? ഞാൻ ഒരു 1.5 ബോട്ടിൽ കഴിച്ച് ഓർമ്മ ഉണ്ടായിരിക്കും. 1.5 ബോട്ടിൽ. വലിയ ശരീരവും കുട്ടികളുടെ മനസ്സും കഴുത്തിലൊരു ക്യാമറയുമായി മലയാള സിനിമകളുടെ അണിയറകളിൽ ജീവിതം ആഘോഷമാക്കിയ, ഇനി ഒരിക്കലും ആവർത്തിക്കാനിടയില്ലാത്ത അപൂർവമായൊരു കാൽപ്പാടിന്റെ കടന്നുപോക്കലായിരുന്നു അതെന്നു കൂടി പറഞ്ഞു നിർത്തുമ്പോൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. മലയാള സിനിമ അടക്കി ഭരിച്ച ഒരു പഴയ നടി, പഴയതിലും ഗ്ലാമറായി ഇന്നും അവർ മലയാളികൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഓർക്കുവാനും പറയുവാനും മലയാളികൾക്ക് ഏറെ കഥകളാണുള്ളത്. മലയാളികളുടെ സ്വന്തം കല്ലറ അംബിക. നടി ജനിച്ചു വളർന്ന കല്ലറയിലുള്ള വീട്ടിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊപ്പം കൂടിക്കോ. വീഡിയോയുമായി ഉടൻ എത്തുന്നുണ്ട്. അതുവരെ ശുഭദിനം.